ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SS വ്ലോഗ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 8ാം ക്ലാസ്സിലത്തെ ഫസ്റ്റ് യൂണിറ്റ് അതിൽ വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, റസ്കിൻ ബോണ്ട്. നമുക്ക് ഈ കഥയിലേക്ക് പോകാം. ഇത് മുന്നേ പറഞ്ഞു ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ചെറുകഥയാണ്. ഇതിലാരൊക്കെയാണ് കഥാപാത്രങ്ങൾ, എന്താണ് ആ കഥയിൽ എന്താണ് പറയുന്നത്, എന്താണ് മെസ്സേജ്, ഇതൊക്കെയാണ് നമ്മളിനി അറിയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങളോടാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോട് എപ്പോഴെങ്കിലും സമയം ചിലവഴിച്ചിട്ടുണ്ടോ? വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അവരുമായിട്ടുള്ള നിങ്ങൾക്കുള്ള ഏറ്റവും ഫേവറേറ്റുള്ള ആക്ടിവിറ്റി എന്താണ്? Let's join a grandson and grandmother on their journey and explore the beauty of the landscape and the warmth of the relationship. നമുക്ക് ഇവിടെ നമ്മൾ ഒരു ഗ്രാൻഡ് സണ്ണിനെ ഗ്രാൻഡ് മദറിൻ്റെ അവരുടെ യാത്രയിൽ ജോയിൻ ചെയ്യാണ്. അവർ പോകുന്ന യാത്രയിൽ അവർ കാണുന്ന പ്രകൃതി മനോഹാരിത ആൻഡ് അവരുടെ സന്തോഷം നിറഞ്ഞ റിലേഷൻഷിപ്പ്, അതൊക്കെ നമുക്കൊന്ന് തിരിച്ചറിയാം. നോക്കാം ഇതിലാരാണ് ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് മദർ ആരാണ്, അവരെങ്ങോട്ടാണ് പോകുന്നത്, എന്തിനു വേണ്ടിയാണ് അവർ പോകുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ കഥയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് കഥയിലേക്ക് പോവാം. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹെർ ഗ്രാൻഡ് സൺ മണി. ഗ്രാനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അകലെയുള്ള അലർച്ച. എന്തിൻ്റെ അലർച്ച? റിവറിൻ്റെ അലർച്ച. ഡിസ്റ്റൻറ്റ് റോർ എന്ന് പറഞ്ഞാൽ അകലെയുള്ള അലർച്ചയാണ്. അത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ്, സ്മെല്ല് ചെയ്യാൻ കഴിയുന്നു. പൈൻ്റെ ഇലകളുടെ സുഗന്ധം നുകരാൻ കഴിയുന്നുണ്ട്. പൈൻ നീഡിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് പൈൻ ചെടികളുടെ ഇല നീഡിൽ പോലെയാണ്. നീഡിൽ എന്ന് പറഞ്ഞാൽ സൂചി പോലെ കൂർത്തതാണെന്നതാണ്. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ മണി. പിന്നെ ഗ്രാൻഡ് സൺ, ഗ്രാനിയുടെ ഗ്രാൻഡ് സണ്ണായ മണീൻ്റെ പ്രസൻസും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 കഥാപാത്രങ്ങളാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്, ഗ്രാനി ആൻഡ് മണി. ഗ്രാനി എന്ന് പറയുന്നത് ഗ്രാൻഡ് മദറും മണി എന്ന് പറയുന്നത് ഗ്രാൻഡ് സണ്ണുമാണ്. ഷി കുഡിൻറ്റ് സീ ദ റിവർ ഓർ ദ ടേസ്റ്റ്. പക്ഷേ എന്താണ്, ഗ്രാനിക്ക് എന്ത് കാണാൻ സാധിക്കുന്നില്ല? റിവറിനെയും ട്രീയെയും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസ്സി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. അല്ലേ, മണിയുടെ ഫസ്സി ഹെയറും ചില സമയങ്ങളിൽ ബ്ലാക്ക്ബെറി പോലത്തെ കണ്ണുകളും, പിന്നെ ചിരിക്കുമ്പോൾ തിളങ്ങുന്ന, ഗ്ലീം എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന പല്ലും മാത്രമേ, അതും കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഗ്രാനി വെയർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഗ്രാനി കുറേ പഴയ ഒരു ഗ്ലാസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഷുഡ് ബീൻ വെയറിങ് ദം ഫോർ ഓവർ 10 years. 10 വർഷമായി ഇതേ കണ്ണടയാണ് ഗ്രാനി ധരിച്ചിരിക്കുന്നത്. Her eyes had grown steadily weaker and the glasses were now scratched and stopped. ഗ്രാനിയുടെ കണ്ണ് വളരെ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കണ്ണിൻ്റെ കാഴ്ച കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ണടയ്ക്കാണെങ്കിൽ സ്ക്രാച്ച് എന്ന് വെച്ചാൽ പോറിയിട്ടുണ്ട്, പിന്നെ സ്പോട്ടഡ്, കറ പറ്റിയിട്ടുണ്ട്. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. വളരെ കുറച്ച് മാത്രമേ ആ കണ്ണടേൻ്റെ ഉള്ളിൽ കൂടി ആർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ? ഗ്രാനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽ ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹേഴ്സെൽഫ് ന്യൂ ഗ്ലാസസ്. മണിയുടെ അച്ഛനും തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ അവർ തിരിച്ചറിയാണ്, ഗ്രാനീൻ്റെ കണ്ണ് കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പോയിട്ട് കണ്ണ് കാണിക്കണം, ഗ്ലാസ് കണ്ണട മാറ്റി വെക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ കാര്യം ഗ്രാനിയോട് പറയാണ്. അതിനുശേഷം ഗ്രാനി പറയാണ്, വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ്, കണ്ണട മാറ്റി വെക്കണമെങ്കിലൊക്കെ, കണ്ണട മാറ്റി വെക്കണമെങ്കിലൊക്കെ എവിടെ പോകണം? ഇതൊരു വില്ലേജാണ്, ഗ്രാമമാണ്, ഇവിടെ അതൊന്നുമില്ല, ടൗണിൽ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറയാണ്. മണി സെഡ് യു വിൽ ഹാവ് ഇറ്റ് ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മുസോറി, ദാറ്റ് ഇസ് ദ നിയറസ്റ്റ് ടൗൺ. മണി പറയാണ്, നമ്മുടെ അടുത്ത ടൗണായ മുസോറിയിലേക്ക് പോവാം, അവിടെ ഒരു ഐ ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയിട്ട് കണ്ണ് കാണിക്കാമെന്ന് പറയാണ്. ബട്ട് ദാറ്റ് ഇസ് 2-day ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എതിർക്കുകയാണ്. 2 ദിവസത്തെ യാത്രയുണ്ട് മുസോറിക്ക്. സോ നമുക്കെന്ത് ചെയ്യാൻ, പോവണ്ട എന്ന് പറയാണ് ഗ്രാനി. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. ധാരാളം എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞാൽ ഒഴിവുകഴിവുകൾ, ധാരാളം ഒഴിവുകഴിവുകൾ പറയുകയാണ് ഗ്രാനി. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. അല്ലേ, എന്തിനാണ് കഴിവ് പറയുന്നത്?
ഗ്രാനിക്ക് ഒരിക്കലും മണിയെ എന്താണ് പിരിഞ്ഞിരിക്കുക, പാർട്ടഡ് എന്ന് പറഞ്ഞാൽ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് capable ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. എന്താണ്, അവന് 11 വയസ്സായി, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവൻ പ്രാപ്തനാണ്. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോഡ് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ആൻഡ് ഡൈഡ് വെൻ ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡ്. ഗ്രാനി 1 വയസ്സ് മുതൽ മണിയെ നോക്കി തുടങ്ങിയതാണ്. കാരണം 1 വയസ്സാകുന്ന സമയത്ത് മണിയുടെ അമ്മ മരണപ്പെട്ടു. അതിനുശേഷം മണിയെ നോക്കി വളർത്തി, ഈ 11 വയസ്സ് വരെ നോക്കി വളർത്തിയത് ഗ്രാനിയാണ്. ഷീസ് ഈസ് നാനി. ഗ്രാനി എന്ന് പറയുന്നത് മണിയുടെ നാനിയാണ്. നാനി എന്ന് പറഞ്ഞാൽ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, മണിയുടെ അമ്മയുടെ അമ്മയാണ് ഗ്രാനി എന്ന് പറയുന്നത്. ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ബോയ് ആൻഡ് ഫാദർ ആൻഡ് ദ കൗസ് ആൻഡ് ദ ഹാൻഡ്സ് ഇൻ ദ ഹൗസ് ഹോൾഡ് വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. വളരെ ആത്മാർത്ഥതയോടെയാണ് ഗ്രാനി ആ വീട്ടിലുള്ള ജോലി കാര്യങ്ങൾ ചെയ്യുന്നത്, വീട്ടിലുള്ള പശുവിനെ നോക്കുന്നത്, വീട്ടിലുള്ള കോഴികളെ നോക്കുന്നത്, വീട്ടുജോലി ചെയ്യുന്നത്, മണിയുടെ അച്ഛനെ നോക്കുന്നത്, മണിയെ നോക്കുന്നത്, ഇതൊക്കെ വളരെ കെയർഫുള്ളായിട്ടാണ്, വളരെ ഡിവോഷണലായിട്ടും വളരെ എനർജറ്റിക് ആയിട്ടാണ് ഗ്രാനി ഇതെല്ലാം ചെയ്യുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സെഡ്. ഗ്രാനി പറയാണ്, എനിക്കിതെല്ലാം നല്ലപോലെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാണ്. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. മണിയുടെ അച്ഛൻ വളരെ കർക്കശമായിട്ട്, സ്റ്റേൺലി എന്ന് വെച്ചാൽ കർക്കശമായിട്ട് പറയാണ്, വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ. നിങ്ങളെ ഇഷ്ടത്തിന് വിടാൻ തീരുമാനിച്ചില്ല. ഐ വിൽ ടേക്ക് ടു മുസോറി. നിങ്ങളെ ഞങ്ങൾ മുസോറിയിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്. ഗ്രാനി ചോദിക്കുകയാണ്, മണിയുടെ അച്ഛനോട് ചോദിക്കുകയാണ്, മണീനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ പോകുന്നത്? നിനക്ക് അതിനെക്കുറിച്ചിട്ട് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. ദെൻ ഐ വിൽ ടേക്ക് ടു മുസോറി സെഡ് മണി ഈഗർലി. മണി തിടുക്കപ്പെട്ട് പറയാണ്, ഈഗർലി എന്നാണ് തിടുക്കത്തിൽ പറയാണ്, ഞാൻ നിങ്ങളെ മുസോറിയിലേക്ക് കൊണ്ടുപോവാം. ഐ ഹാവ് ബീൻ ടു മുസോറി ബിഫോർ. ഞാൻ മുന്നേ മുസോറി പോയിട്ടുണ്ട്. വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ കൂടെ മുസോറി പോയിട്ടുണ്ട്. ഐ നോ വേർ വി ക്യാൻ സ്റ്റേ. നമ്മൾ എവിടെയാണ് താമസിക്കേണ്ടതെന്നൊക്കെ, അവിടെ പോയിട്ട് എവിടെ താമസിക്കണം എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഹി പോസ്ഡ് എ മൊമെൻറ്റ് ആൻഡ് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. പോസ് ചെയ്തിട്ട് എന്നാൽ കുറച്ച് സംശയത്തോടു കൂടി അവൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും നോക്കുകയാണ്. യു വുഡൻ ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നെയിൻ വുഡ് യു ഗ്രാനി. ഗ്രാനിയോട് ചോദിക്കുകയാണ്, കുറേ ദൂരം നടക്കാനുണ്ട്, അത്രയും ദൂരം നടക്കാൻ മുത്തശ്ശീനെ കൊണ്ട് ആവോ, ഗ്രാനീനെ കൊണ്ടാവോ എന്ന് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക് സെഡ് ഗ്രാനി. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് ബട്ട് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും എനിക്ക് അത്രയും ദൂരം നടക്കാൻ സാധിക്കും. കാരണം എന്താണ്, എൻ്റെ കാലുകൾക്കൊരു കുഴപ്പമില്ല, എൻ്റെ കണ്ണിനാണ് പ്രോബ്ലം ഉള്ളതെന്ന് പറയാണ്. ബട്ട് യു ആർ 70 ഗ്രാനി. മണി പറയാണ്, മുത്തശ്ശിക്ക് 70 വയസ്സായി പറയാണ്. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ദറ്റ്? അതിനെന്താ കുഴപ്പം? ആൻഡ് ബിസൈഡ് ഇറ്റ് ഈസ് ഡൗൺ ഹിൽ ടു നെയിൻ. ഡൗൺ ഹിൽ എന്ന് പറഞ്ഞാൽ ഇറക്കം, നെയിനിലേക്ക് പോകാൻ കുറച്ച് മലയൊക്കെ ഇറങ്ങണം. ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. വീട് തിരിച്ച് കയറുകയും വേണമെന്ന് പറയാണ്. അപ്പ് ഹിൽ ഈസ് ഈസിയർ സെഡ് ഗ്രാനി. അപ്പം ഗ്രാനി പറയുന്നത് അപ്പ് ഹിൽ എന്ന് പറയുന്നു മുകളിലോട്ട് കയറുന്നത് എളുപ്പമാണ്, വേഗം കഴിയും. നൗ ദാറ്റ് ഷീ ന്യൂ മണി മൈറ്റ് ബി അക്കമ്പനിങ് ഹർ. അപ്പം എന്താണ്, ഗ്രാനി മനസ്സിലാക്കുകയാണ്, എൻ്റെ കൂടെ അക്കമ്പനി എന്ന് വെച്ചാൽ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ കൂടെ വരുന്നത് ആരാണ്? മണിയാണെന്ന് മനസ്സിലാക്കുകയാണ്. ഷി വാസ് മോർ ദാൻ റെഡി ടു മേക്ക് ദ ജേണി. അപ്പം വളരെ സന്തോഷമായി ഗ്രാനിക്ക്, കാരണം മണിയാണ് കൂടെ വരുന്നത്, അവനെ പിരിയേണ്ടി വരില്ല, അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. വെൽ വി ആർ ഇൻ മുസോറി വി വിൽ ഗെറ്റ് സം സീഡ്സ്, ബൾബ്സ് ആൻഡ് എ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ ആൻഡ് എ പുള്ളോവർ ഫോർ യുവർ ഫാദർ ആൻഡ് ഷൂസ് ഫോർ യു. അപ്പം ഗ്രാനി പറയാണ്, നമ്മൾ മുസോറിയിലെത്തി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സം സീഡ്സ്, നമുക്ക് കുറച്ച് വിത്തുകൾ വാങ്ങണം, ബൾബ് വാങ്ങണം, ആൻഡ് എ ന്യൂ ബെൽ ഫോർ എ വൈറ്റ് കൗ, ആ വെള്ള പശുവിനെ കഴുത്തിൽ കെട്ടാനൊരു മണി വാങ്ങണം, ആൻഡ് എ പുള്ളോവർ ഫോർ യുവർ ഫാദർ, ഒരു കമ്പിളി പുതപ്പ് പുള്ളോവർ എന്ന് പറഞ്ഞാൽ കമ്പിളി പുതപ്പ് അല്ലേ, കമ്പിളി കുപ്പായം വാങ്ങിക്കണം, ആൻഡ് ഷൂസ് ഫോർ യു, നിനക്കൊരു ഷൂവും വാങ്ങിക്കണമെന്ന് പറയാണ് ഗ്രാനി. നൗ ജസ്റ്റ് എ മിനിറ്റ് സെറ്റ് മണീസ് ഫാദർ. മണിയുടെ ഫാദർ പറയാണ്, ആർ യു ഗോയിങ് ടു ദർ ടു ഹാവ് യുവർ ഐ ടെസ്റ്റ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? നിങ്ങൾ പോകുന്നതൊരു ഷോപ്പിംഗ് ട്രിപ്പിനാണോ അല്ല കണ്ണ് കാണിക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. ഐ ഹവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. എനിക്ക് സ്പെയർ എന്ന് പറഞ്ഞാൽ ചിലവാക്കുക, എൻ്റെ അടുത്ത് ചിലവാക്കാൻ 100 രൂപയേ ഉള്ളൂ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. ആ 100 രൂപ കൊണ്ട് നിങ്ങൾ മാനേജ് ചെയ്യണം എന്ന് പറയാണ് മണിയുടെ. വി വിൽ മാനേജ് സെഡ് മണി. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ഷെൽട്ടർ.
മണി പറയും ഞങ്ങൾ ആ പൈസ ധാരാളം, ഞങ്ങൾ അതുകൊണ്ട് മാനേജ് ചെയ്യും, ഞങ്ങൾ ഒരു ബസ് ഷെൽട്ടറിൽ പോയിട്ട് ഉറങ്ങിക്കോളാം. നോ വി വോണ്ട് സെഡ് ഗ്രാനി പറയാം നോ, അതിൻ്റെ ആവശ്യമില്ല. ഐ ഹാവ് ഗോട്ട് 50 റുപ്പി ഓഫ് മൈ ഓൺ. എൻ്റെ കയ്യിൽ എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്. വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. നമുക്കൊരു ഹോട്ടലിൽ തന്നെ താമസിക്കാം. ഏർലി നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം അതിരാവിലെ തന്നെ. ഇന്നെ ലൈറ്റ് ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മഴച്ചാറ്റൽ, ചെറിയൊരു മഴ ചാറുന്നുണ്ടായിരുന്നു. ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ഓഫ് നെയിൻ. അങ്ങനെ അവർ ഗ്രാനിയും മണിയും നടക്കുകയാണ്. നെയിനിലേക്കുള്ള യാത്ര തുടങ്ങി. മണി carried a small bedding roll on his shoulders. Granny carried a large cloth shopping bag and an umbrella. അപ്പം മണീൻ്റെ കയ്യിൽ ഒരു ബെഡിങ് റോൾ, നിങ്ങൾ ആ പിക്ചറിൽ കണ്ടിട്ടുണ്ടാവും, ഒരു നീളത്തിലുള്ള റോൾ ചെയ്തുള്ള ചെറിയൊരു ബെഡാണ്, കിടക്കാനൊക്കെ വേണ്ടിക്കൊണ്ട് ആ ഷോൾഡറിൽ വെച്ചിട്ടുണ്ട്. ഗ്രാനി കയറിയുടെ ലാർജ് ക്ലോത്തിങ്, ഗ്രാനീൻ്റെ കയ്യിൽ വലിയൊരു കവറൊക്കെ ഉണ്ട്, ഷോപ്പിംഗ് ബാഗ് ആൻഡ് ആൻ അംബ്രല്ല, ഒരു അംബ്രല്ലയുണ്ട്. വെൻ എവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ് സെഡ് മണി. അപ്പോൾ മണി പറയാണ് ഗ്രാനിയോട്, നമുക്ക് എപ്പം ക്ഷീണം തോന്നിയല്ലേ, മുത്തശ്ശിക്ക് എപ്പോഴാണ് ക്ഷീണം തോന്നുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് എടുക്കാം. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ് നമ്മളിപ്പം യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നമ്മൾക്ക് വിശക്കുന്ന സമയത്ത്, എപ്പോൾ ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്, എപ്പോഴാണ് വിശപ്പ് വരുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് എടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഗ്രാനിയും മണിയും നടക്കുകയാണ്. ദേ വോക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്. വളരെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, അവർ നടത്തത്തിലാണ്. എ ഫോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർ ഹെഡ്, ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് എ സോംബി സ്കൈ. പിന്നെ ഫോക്ക് ഓഫ് പാരറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം തത്തകൾ. വേൾഡ് ഓവർ ഹെഡ്, വേൾഡ് എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, അവരുടെ തലയ്ക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് എ സോംബിയസായി. സോംബിയ എന്ന് പറഞ്ഞാൽ മങ്ങിയ, അല്ലേ, മങ്ങിയ സ്കൈ ആണ്, കാരണം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പം ചെറിയ മഴയുണ്ട്, അപ്പം സൂര്യൻ അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ തത്തകളൊക്കെ ഇങ്ങനെ അവരുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. ദർ നോ അതർ സൗണ്ട്, മറ്റൊരു സൗണ്ട് അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, എക്സെപ്റ്റ് ഫോർ ദ ഹിസ് ആൻഡ് ജെൻറ്റിൽ പാറ്റർ ഓഫ് ദ റെയിൻ. ഹിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചീറ്റുന്ന സൗണ്ട്. ജെൻറ്റിൽ പാറ്റർ എന്ന് പറഞ്ഞാൽ ജപിക്കുക, പാറ്റർ എന്ന് പറഞ്ഞാൽ ജപിക്കുക എന്നുള്ളതാണ്. പാറ്റർ ഓഫ് ദ റെയിനാണ്. എന്തിൻ്റെ ജപാണ്? മഴ എങ്ങനെ ജപിക്കുക എന്ന് വെച്ചാൽ മഴ അങ്ങനെ വീഴുന്ന സൗണ്ട്, അതിൻ്റെ ചെറിയ മഴയുടെ സൗണ്ട് അല്ലാതെ വേറൊരു സൗണ്ട് അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. മണി സ്റ്റോപ്പ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക് ബെറീസ് ഫ്രം എ ബുഷ്. മണി അങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു മണി അവിടെ നിന്നു, കാരണം അവിടെ ഒരു ബുഷ് ഉണ്ടായിരുന്നു. എന്തിൻ്റെ ബുഷ്? ബ്ലാക്ക് ബെറീസിൻ്റെ ബുഷ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബ്ലാക്ക് ബെറി പെറുക്കുകയാണ്. ഗ്രാനി വാസ് ഇൻ ഫൗണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. അതുകൊണ്ട് തന്നെ ഗ്രാനിക്ക് കാഴ്ച വളരെ കുറവാണ്, അതുകൊണ്ട് ഗ്രാനി ആ ബ്ലാക്ക് ബെറീസ് ഒന്നും കണ്ടില്ല. ഗ്രാനി നടക്കൽ തന്നെയാണ്. മണി അവിടെ ഇരുന്ന് ആ ബ്ലാക്ക് ബെറീസ് പെറുക്കുകയാണ്. ദ മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അങ്ങനെ മണി ഓടുകയാണ്, കാരണം ഗ്രാനി കുറേ മുന്നിലായിപ്പോയി, മണി കുറച്ച് ബാക്കിലാണ്, കാരണം ബ്ലാക്ക് ബെറീസ് പെറുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഓടി മുത്തശ്ശീൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. സോൺ ഹിസ് ലിപ്സ് വേർ പേർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. പെട്ടെന്ന് തന്നെ അവൻ്റെ ലിപ്സ്, ചുണ്ടും അതുപോലെ തന്നെ വായുവൊക്കെ പേർപ്പിൾ കളറായി. കാരണം ഈ ബെറീസിൻ്റെ ജ്യൂസ് കൊണ്ട് വായിൻ്റെ കളറൊക്കെ ചേഞ്ചായി. ദ റെയിൻ സ്റ്റോപ്പ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. മഴ സ്റ്റോപ്പ് ചെയ്തു, മഴ അവസാനിച്ചു, സൂര്യൻ വന്നു തുടങ്ങി. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ദ ഹിൽസ് വെർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. മണി റാൻ അഹെഡ്. ബിലോ ദം, അവർക്ക് താഴെയായിട്ട് ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്, നല്ല പച്ച വിരിച്ച പാടമുണ്ട്. ആൻഡ് അഗെയിൻസ്റ്റ് ഡാർക്ക്, അതിനെതിരെയായിട്ട് ഡാർക്ക് ഗ്രീൻ ഫോറസ്റ്റ്, നല്ല കറുത്ത ഇരുണ്ട നല്ല ഗ്രീൻ എന്ന് വെച്ചാൽ നല്ല ഗ്രീനായിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ ഇത്രയും, അതുപോലെ തന്നെ ഹില്ലുകളൊക്കെ, കുന്നുകളും മലകളൊക്കെ ആ ഗോൾഡൻ സൺഷൈൻ, സ്വർണ്ണ കളറുള്ള സൂര്യൻ്റെ കിരണങ്ങളാൽ മനോഹരമായിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പാഠം തുടങ്ങുന്ന ഫസ്റ്റ് പറഞ്ഞൊരു ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗിയെ കുറിച്ചിട്ട് പറഞ്ഞത്. അതിതാണ്, ഇവിടെയാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത്, അവർ പോകുന്ന വഴിയുടെ ഭംഗി. ദെൻ ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി ഹി കോൾഡ്. അപ്പോൾ ഗ്രാനി ചോദിക്കുകയാണ്, അല്ലേ, മണി ചോദിക്കുകയാണ് ഗ്രാനി, ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. എനിക്ക് ഈ വഴി കാണാൻ സാധിക്കുന്നുണ്ട്, നിൻ്റെ വൈറ്റ് ഷർട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ.
ഇപ്പോഴത്തേക്ക് അത് മതി എന്ന് പറയുകയാണ്. Granny and Mani ate their light meal on the roadside in the shade of the whispering pine and drank from a spring. അപ്പം എന്താ ഗ്രാനിയും മണി ഒരു റോഡ് സൈഡിൽ ഒരു പൈൻ ചെടിയുടെ അതിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ചെറുതായിട്ട് ഫുഡ് കഴിക്കുകയാണ്, രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. പൈൻ ചെടികൾ വിസ്പറിങ് എന്ന് പറയുന്നുണ്ട്. വിസ്പറിങ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക, മർമറ് പിറുപിറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൈൻ ചെടികൾ എന്ന് വെച്ചാൽ കാറ്റ് വീശുന്ന സമയത്ത് ഈ പൈൻ ചെടികൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അതിൻ്റെ ചെറിയ ഇലകളുടെ സൗണ്ടാണ്. ദെൻ ഡ്രാങ്. അപ്പോൾ അവർ ആ മരച്ചുവട്ടത്തിൽ നിന്ന് റോഡ് സൈഡിലെ പൈൻ ചെടിയുടെ മരച്ചുവട്ടത്തിൽ നിന്ന് ചെറിയ ഫുഡ് കഴിക്കുകയാണ്. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡിറക്റ്റ്ലി അബവ് നെയിൻ. അങ്ങനെ നേരെ അവർ നെയിനിലേക്ക് പോവുകയാണ്. വി ആർ ഓൾമോസ്റ്റ് ദർ സെഡ് മണി. മണി വരെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളവിടെ എത്താനായിരിക്കുന്നു നെയിനിൽ. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അങ്കിളിൻ്റെ അടുത്തുള്ള ടെമ്പിൾ എനിക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഐ കനോട്ട് സീ എ തിങ് സെഡ് ഗ്രാനി. ഗ്രാനി പറയാൻ എനിക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയാം. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ദർ ഇസ് എ തിക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. പറയാണ് ഇത് മിസ്റ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്, നല്ല മഞ്ഞുണ്ട്, മുടൻ മഞ്ഞുള്ളത് കൊണ്ടാണ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്തതെന്ന് പറയാം. ഇറ്റ് ബിക്കാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. പെട്ടെന്ന് അവർ റിവറിൻ്റെ അടുത്തത്, ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ തീരം അടുത്തെത്തി, റിവറിൻ്റെ അടുത്തെത്തി. അടുത്ത് പെട്ടെന്ന് നല്ല ശക്തമായ മഴ പെയ്തു. ഗ്രാനീസ് അംബർല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ അംബർല ഫുൾ ഓഫ് ലീക്കാണ്, വെള്ളമൊക്കെ പുറത്തേക്ക് അംബർലേൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽഫ് ഇൻ അങ്കിൾസ് ഹൗസ് ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. പക്ഷേ ഒരു പെട്ടെന്ന് തന്നെ അങ്കിളുടെ വീട്ടിലേക്ക് എത്തിയതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ സാധിച്ചു. നല്ല ചൂടുള്ള നല്ല മധുരമുള്ള ചായ അവരവിടുന്ന് കുടിക്കുകയാണ്. മണി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദ റിവർ. മണി പിറ്റേ ദിവസം രാവിലെ തന്നെ നേരത്തെ തന്നെ എഴുന്നേറ്റു. ഇതിൻ്റെ നാരോ സ്ട്രീറ്റ്, ഒരു ഇടുങ്ങിയ, നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ഒരു സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടി ഒരു റിവറുണ്ട്, അതിനടുത്ത് അവിടെ പോയിട്ട് കുളിക്കുകയാണ്. ആസ് മണി ഡ്രസ്ഡ് ഹി ഹിയർഡ് എ ബ്ലെയർ ഓഫ് ബസ് ഹോൺ. അവിടുന്ന് ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പരുക്കനായ, ബ്ലെയർ എന്ന് വെച്ചാൽ പരുക്കനായ ഒരു ബസ്സിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. ദർ വാസ് ഓൺലി വൺ ബസ് ടു മുസോറി. അവിടുന്ന് ഒരു ബസ് മാത്രമേ ഉള്ളൂ മുസോറിയിൽ. നെയിനിലെത്തി, നെയിൽ നിന്ന് ഒരു ബസ് മാത്രമേ ഉള്ളൂ മുസോറിയിലേക്ക്. അപ്പോൾ ആ ബസ്സായിരിക്കും എന്നുള്ള തിടുക്കത്തിൽ തിടുക്കപ്പെട്ട് നിൽക്കുകയാണ് ആര്, മണി. ഈ സ്കാമ്പേർഡ് ഓഫ് ദ ക്ലൗഡ് വാണ്ടറിങ് ഇഫ് ദേ വുഡ് മിസ് ഇറ്റ്. അപ്പം വിരണ്ടോടുകയാണ്. സ്കാമ്പേർഡ് എന്ന് വെച്ചാൽ വിരണ്ടോടുക. മണി വിരണ്ടോടുക. ഈ ബസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുസോറിയിലേക്ക് ഇന്ന് ബസ്സിൽ ഇനി നാളെ ഉണ്ടാവും. അപ്പം വേഗത്തിലോടി. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഗ്രാനി ബസ് സ്റ്റോപ്പിൽ മണീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഷി ഹാഡ് ഓൾറെഡി ബോട്ട് ദ ടിക്കറ്റ്സ്. ടിക്കറ്റൊക്കെ ഗ്രാനി ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. വളരെ പഴയതായുള്ളൊരു ബസ്സാണ്. ആൻഡ് റാറ്റിൽഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽഫ് സ്പീക്കിംഗ്. ബസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഇങ്ങനെ വളവ് തിരികെ ഇതാക്കുകയൊക്കെ ചെയ്യുന്നത് ബസ് ഇങ്ങനെ അതിൻ്റെ സൗണ്ട്, ക്രാക്കായുള്ള സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നതിനകത്ത് കുറച്ച് പഴയ ബസ്സാണത്. The driver drove at some speed and whenever he went around a bend, everyone in the bus was thrown about. ഡ്രൈവർ സ്പീഡിലാണ് വണ്ടി പോകുന്നത്. വളവൊക്കെ തിരിയുന്ന സമയത്ത് ബസ്സിലുള്ള ആൾക്കാർ മുഴുവൻ ബസ്സിന് പുറത്തേക്ക് വരികയാണ്. ദെൻ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ, ഇത്രയും ശബ്ദമൊക്കെ ഉണ്ടായിട്ട് പോലും ഗ്രാനി ഫെൽ അസ്ലീപ്. ഗ്രാനി ഉറങ്ങിപ്പോയി. ഹർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. മണിയുടെ ഷോൾഡറിൽ തലവെച്ചിട്ട് ഗ്രാനിയുടെ ഉറങ്ങിപ്പോയി. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹാൾട്ട്. പീപ്പിൾ വർ ത്രോൺ ഫോർവേഡ് ഇൻ ദർ സീറ്റ്. വാട്ട്സ് ഹാപ്പനിങ്, ഗ്രാനി ആസ്ക്ഡ്. ഹാവ് യു അറൈവ്ഡ്? പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് കേൾക്കുകയാണ്. ജനങ്ങൾ പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ജനങ്ങളെല്ലാവരും ബസ്സിലുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് മുന്നോട്ട്, ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പം മുന്നോട്ട് വരില്ലേ, അങ്ങനെ മുന്നോട്ട് വന്നു. ദെൻ ആ സമയത്ത് ഗ്രാനി എഴുന്നേൽക്കുകയാണ്. ചോദിക്കുകയാണ് വാട്സാപ്പിന് എന്ത് സംഭവിച്ചു, നമ്മൾ എത്തിയോ, വി ഹാവ് അറൈവ്ഡ്, നമ്മളവിടെ എത്തിയോ ചോദിക്കുകയാണ്. നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. മണി പറയാണ് റോഡ് എന്തോ ബ്ലോക്ക് ചെയ്തിട്ട് സംതിങ് ബ്ലോക്കിംഗ് ദ റോഡ്, എന്തോ സംഭവിച്ചിട്ടുണ്ട് റോഡിൽ. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ്.
അപ്പം പറയാണ് ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ, ഇതൊരു ഉരുൾപൊട്ടലാണ്. ഇസ് ക്ലൈംഡ് സം വൺ ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോ ടു ടേക്ക് എ ലുക്ക്. അപ്പോൾ ഇത് കേട്ട സമയത്ത് ബസ്സിലുള്ള എല്ലാവരും പുറത്തേക്ക് ജനലിൻ്റെ വിൻഡോസിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പുറത്തേക്ക് നോക്കുകയാണ്, എന്താണ് അറിയാൻ വേണ്ടിക്കൊണ്ട്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്, വളരെ വലിയൊരു ഉരുൾപൊട്ടലാണ്. എർത്ത്, ട്രീസ്, ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കെയിം ക്രാഷിംഗ് ഡൗൺ കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. ആ ഭൂമിയിലുള്ള അവിടെയുള്ള മണ്ണും മരങ്ങളും ബുഷസും എല്ലാം താഴോട്ട്, മലയിൽ നിന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. റോഡൊക്കെ ബ്ലോക്കായിട്ടുണ്ട്. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്, പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഡെബ്രീസ് വാസ് സ്റ്റിൽ ഫോളോയിങ്. ഡെബ്രീസ് എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകൾ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. മണി സോ റോക്സ് ഹേർട്ടിങ് ഡൗൺ ദ ഹിൽ ആൻഡ് ടു ദ റിവർ. അല്ലേ, മണി കാണുകയാണ് ഈ നദീൻ്റെ മേൽക്കൂടിയൊക്കെ കല്ലുകളൊക്കെ അങ്ങനെ ഒഴുകി പോകുന്നത്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്, ഒബ്സർവ്ഡ് ഗ്രാനി, who couldn't see a thing. Even as she spoke, a shower of stones and small rocks came clattering down on the roof of the bus. അപ്പോൾ ഇങ്ങനെ ഇതെന്താണ്, ഈ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്, ബസ്സിൽ നിന്നും സ്യൂട്ടബിളായ വഴിയല്ല എന്ന് പറയുകയാണ് ഗ്രാനി. ഈ സമയത്തൊക്കെ മുകളിൽ നിന്ന് കല്ലൊക്കെ ബസ്സിന് മുകളിൽ വന്ന് വീഴുന്നുണ്ട്. ദെൻ ദ പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. പാസഞ്ചേഴ്സൊക്കെ നിലവിളിച്ച് ബസ്സിൻ്റെ മുകളിലേക്ക് കല്ല് വീഴുന്ന സമയത്ത് ദ ഡ്രൈവർ ബിക്കാൻ റിസർവിങ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. ഡ്രൈവർ റിവേഴ്സ് ബാക്കോട്ട് എടുക്കുകയാണ് വേണ്ടി. വണ്ടി ബാക്കോട്ട് എടുക്കുന്ന സമയത്ത് വീണ്ടും കല്ലുകൾ വീണ്ടും ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ബസ്സിന് മുകളിലോട്ടും സൈഡിലൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ്, ഞാൻ ഈ മോട്ടോർ റോഡ് എന്ന് വെച്ചാൽ ഈ റോഡുകളൊന്നും എനിക്ക് അത്ര വിശ്വാസമില്ല. ദ ഡ്രൈവർ ക്യാപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദേ വേർ വെൽ അവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. ഡ്രൈവർ ഈ ലാൻഡ് സ്ലൈഡിന് അപ്പുറം വരെ ബാക്കോട്ട് എടുത്ത് പോവുകയാണ്. ദെൻ എവ്രി വൺ ടെമ്പിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. പിന്നെ പെട്ടെന്ന് ബസ്സിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേ ടു ക്ലിയർ ദ റോഡ്. അപ്പോൾ അവരെല്ലാവരും പറയുകയാണ് ഇനി ഒരു ദിവസം എടുക്കും ഈ റോഡൊന്ന് ക്ലിയറായിട്ട് വരാൻ, അടുത്ത ദിവസം ബസ്സൊക്കെ ഒന്ന് ക്ലിയറായിട്ട് പോകാമെന്ന് പറയുകയാണ്. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. അപ്പോൾ ഒരുവിധം ബസ്സിലുള്ള ആൾക്കാരൊക്കെ തീരുമാനിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് നെയിനിലേക്ക് തന്നെ തിരിച്ചു പോകാം, അതിന് റോഡൊക്കെ ശരിയായിട്ട് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രി ടു വാക്ക് ടു മുസോറി. പക്ഷെ കുറച്ച് ബോൾഡായ ആൾക്കാർ, ധൈര്യശാലിയായ ആൾക്കാർ എന്താ തീരുമാനിക്കുകയാണ്, നമുക്ക് പോവാം, നമുക്ക് നടന്നിട്ട് പോവാം, മുസോറിയിലേക്ക് നടന്നു പോവാം. ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപ്പാസ് ദ ലാൻഡ് സ്ലൈഡിന് അടുത്തൂടെ അല്ലാതെ വേറെ വഴിയേക്കൂടെ ഷോർട്ട് കട്ടായിട്ട് മൗണ്ടെയിനൊക്കെ കയറി കുന്നൊക്കെ കയറിയിട്ട് നമുക്ക് എവിടെത്താം, മുസോറിയിലെത്താമെന്ന് പറയാണ്. മണി ലുക്കഡ് അറ്റ് ഗ്രാനി, ഷാൽ വി ഗോ ബാക്ക്. അപ്പം മണി ഗ്രാനിയെ നോക്കാൻ ചോദിക്കുകയാണ്, ഷാൽ വി ഗോ ബാക്ക്, നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഇറ്റ്സ് ഓൺലി 10 miles അറ്റ് ഗ്രാനി പറയാണ്, ഇപ്പം നമ്മൾ ഒരു 10 miles ഇപ്പം ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ, കവർ ചെയ്തിരിക്കുന്നു. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ, ഇന്നലെ നമ്മൾ അത്രയും നടന്നു, ഇനി കുറച്ച് 10 miles കൂടിയേ ഉള്ളൂ, അപ്പം നമുക്കത് നടക്കാം. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത് ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. അങ്ങനെ കുറച്ച് ചെറിയ നാരോ പാത്ത് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വഴികളിലൊക്കെ നടന്ന് അവർ ആ മലയുടെ മുകളിലെത്തി. ഗ്രാനി ആൻഡ് മണി വെർ ഓൺ ദർ ഓൺ. അപ്പോൾ അവർ നടന്നു പോവുകയാണ്. Their village was hidden by a range of the north. Far below rushed the river. Far above circled a golden eagle. കുറേ ദൂരെയായിട്ട് അവരെ വില്ലേജ് കാണുകയാണ്, അവിടെ മുസോറി കാണുകയാണ്. പക്ഷേ കുറേ പോകാനുണ്ട്, ഇനിയും ദൂരം പോകാനുണ്ട്. മുകളിലൂടെ തലയ്ക്ക് മുകളിലൂടെ ഒരു ഗോൾഡൻ സ്വർണ്ണ പരുന്ത് പറക്കുകയാണ്. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. അപ്പോൾ മണി ഗ്രാനിയോട് ചോദിക്കുകയാണ്, അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നാച്ചുറലി സെഡ് ഗ്രാനി, തീർച്ചയായിട്ടും എനിക്കറിയാലോ അത്. ഐ ന്യൂ യു വുഡ് സൂൺ ബി ഹംഗ്രി, എനിക്കറിയാലോ നിനക്ക് പെട്ടെന്ന് വിശക്കും. ദർ ആർ പാക്രോൺസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. കുറച്ച് ബണ്ണും റൊട്ടിയും ബണ്ണും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പീച്ച്, അങ്കിളിൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് പീച്ചും എടുത്തിട്ടുണ്ട്. ഗുഡ് സെഡ് മണി, നല്ല കാര്യം. ഫോർഗെറ്റിംഗ് ഹിസ് ടയേർഡ്നെസ്, അവൻ്റെ എല്ലാ ക്ഷീണം എല്ലാം മാറി. വി വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്, നമുക്ക് കഴിച്ചിട്ടൊക്കെ നടക്കാം. വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. ഹോ ഐ ക്യാൻ വാക്ക് ഫോർ അവർ, നമുക്ക് ടയേർഡായോ, കുറച്ച് നമുക്ക് ഇരിക്കണോ ചോദിക്കുകയാണ്. അപ്പം ഗ്രാനി പറയുന്നു, ഐ ക്യാൻ വാക്ക് ഫോർ അവർ, എനിക്ക് നടക്കാം. സെറ്റ് ഗ്രാനി ലോഫിങ് ബട്ട് നോട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് ദിസ് അംബല്ല ലീക്സ് ബാഡ്ലി. പക്ഷേ ഗ്രാനി പറയാണ്, പക്ഷേ മഴ പെയ്യാതിരുന്നാൽ മതി. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അമ്പലം എന്താവും,
ലീക്കാവും. അപ്പം അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാണ്. ഡൗൺ അഗെയിൻ ദേ വെൻറ്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ ആൻഡ് ഓവർ ബെയർ വിൻഡ് ഹിൽ സൈഡ്സ് ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡോ ഫോറസ്റ്റ്. അങ്ങനെ എന്താണ് കുന്നുകൾ ഇറങ്ങുകയും കുന്ന് കയറിയും എന്താണ് വിൻസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വിൻഡാണ്, വളരെ ശക്തമായ കാറ്റ് അല്ലേ. മലകളൊക്കെ ആകുമ്പോൾ ഭയങ്കര ശക്തിയായ കാറ്റായിരിക്കും. അപ്പം അങ്ങനെ അവർ ഫോറസ്റ്റിലൂടെ നടക്കുകയാണ്. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മുസോറി ടിംഗ്ലിംഗ് ഹാഡ് ഓഫ് ദം. അങ്ങനെ ഇരുട്ട് വന്നു തുടങ്ങി. ഇപ്പോൾ ദൂരെയായിട്ട് എന്താണ് മുസോറിയിലെ ലൈറ്റ് ടിംഗ്ലിംഗ് അല്ലേ, ലൈറ്റ് കാണുകയാണ് അവർ. എസ് ദേ കെയിം നിയർ ദ ലൈറ്റ് ഇൻക്രീസ്ഡ് അണ്ടിൽ പ്രസൻ്റ്ലി ദ വർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അങ്ങനെ അവർ നടക്കുന്നതിനനുസരിച്ചിട്ട് ആ ലൈറ്റ് കുറച്ചുകൂടി ക്ലിയറായി വരികയാണ്. അങ്ങനെ അവർ ആ ബസാറിലേക്ക് ഒരു ചന്തയിലേക്ക് എത്തുകയാണ്. ജസ്റ്റ് ഓൺ ദ ക്രൗഡ് ഗ്രാനി കെപ്റ്റ് ഓൺ വൺ ഹാൻഡ് ഫേംലി ഓൺ മണി ഷോൾഡേഴ്സ് സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലോസ് ഹിം അല്ലേ. എന്താണ് ജോസ്ലിൻ എന്ന് പറഞ്ഞാൽ ഉന്തും തള്ളും. അപ്പോൾ അങ്ങനെ അവർ ആ ഒരു ബസാറിലെത്തി. അവിടെ നല്ല തിരക്കുള്ളതാണ്, അതുകൊണ്ട് തന്നെ മണീനെ ഷോൾഡറിൽ പിടിക്കുകയാണ്, കാരണം മണീനെ മിസ്സാവാതിരിക്കാൻ വേണ്ടി കൊണ്ട്. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽ സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അപ്പോൾ അവരവിടെ എത്തി. ഒരു ചീപ്പസ്റ്റ് വളരെ കുറഞ്ഞ പൈസയ്ക്ക് പറ്റും, കാരണം ഹോട്ടലിൽ താമസിക്കാൻ 50 രൂപയുള്ളൂ. അപ്പോൾ അതിന് പറ്റിയൊരു ഹോട്ടൽ തിരയാണ്. പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു ഹോട്ടലൊന്നും കണ്ടില്ല. അങ്ങനെ അവർ അമ്പലത്തിനടുത്തുള്ളൊരു ധർമ്മശാലയിൽ അവർ അന്നവിടെ സ്റ്റേ ചെയ്യാണ്, താമസിക്കുകയാണ്. Next morning at the eye hospital they joined a long queue of patients. നെക്സ്റ്റ് മോർണിംഗ് പിറ്റേ ദിവസം രാവിലെ ആയത് ഐ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. പക്ഷെ അവരൊരു വലിയൊരു ക്യൂ കാണും. പേഷ്യൻ്റ് നമുക്കറിയാം, പേഷ്യൻ്റ് ക്ഷമയോടെ കാത്തു നിൽക്കുന്ന രോഗികൾ അല്ലേ, അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നത് കാണും. ദ ഐ സ്പെഷ്യലിസ്റ്റ് എ portly man in a suit and tie dealt with the patients in a brisk but kind manner അല്ലേ. എന്താണ് അപ്പോൾ അവർ ഐ സ്പെഷ്യലിസ്റ്റിനെ കാണുകയാണ്. ഐ സ്പെഷ്യലിസ്റ്റ് എങ്ങനെയാണ്? പോർട്ട്ലി മീൻസ് തടിച്ചിട്ടാണ് അല്ലേ, നല്ല സ്യൂട്ടൊക്കെ ഇട്ടിട്ട്, പക്ഷെ നല്ല എന്താണ് സ്നേഹത്തോടു കൂടി അല്ലേ, കൈൻഡ് മാനറാണ്, ദയാലോടുകൂടി സംസാരിക്കുന്ന ആളാണ്. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കം അല്ലേ, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാനിയുടെ സമയമായി. ഗ്രാനീനെ അവർ വിളിച്ചു. ദ ഡോക്ടർ ടുക്ക് വൺ ഹോറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ് ആൻഡ് ഡ്രോപ്പ്ഡ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. പെട്ടെന്ന് ഡോക്ടർ ഗ്രാനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ഭീകരമായിട്ടുള്ള കണ്ണടയിലേക്കാണ് നോക്കിയത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒരൊറ്റ ഇട്ട് കൊടുത്തു. ദെൻ ഹി ഫിഷ്ഡ് ദം ഔട്ട് ആൻഡ് പ്ലേസ്ഡ് ദം ഓൺ ഹിസ് ഡെസ്ക് ആൻഡ് സെഡ് 1 second thought ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. അപ്പം അതിനുശേഷം എന്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന് വീണ്ടും ഒരു തോന്നൽ. ദെൻ ഹി ഫിഷ്ഡ് ദം ഔട്ട് ഓഫ് ദ പ്ലേസ്ഡ് ദം ഓൺ ഹിസ് ഡെസ്ക്. അപ്പം വേസ്റ്റ് ബാസ്ക്കറ്റിലുള്ള കണ്ണട അവിടുന്ന് പെട്ടെന്ന് അത് എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് 1 second തോന്നി ചിന്തിച്ചതിന് ശേഷം ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു മ്യൂസിയം. എനിക്ക് തോന്നി ഇതൊരു മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരും, കാരണം അത്രയും പഴക്കമുള്ളൊരു ഗ്ലാസ്സാണ്. യു ഷുഡ് ഹാവ് ചേഞ്ച്ഡ് യുവർ ഗ്ലാസസ് ഇയേഴ്സ് ഒക്കെ. വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളെ കണ്ണട മാറ്റേണ്ടതായിരുന്നു. ഹാവ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദെൻ അല്ലേ, ദ ഹാവ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദെൻ ഗുഡ്. നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ദോഷമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയാണ്. ഹി എക്സാമിൻഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെർച്ച് യുവർ ഐസ് ആർ വെരി വീക്ക് ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. കണ്ണൊക്കെ നോക്കിയിട്ട് ഡോക്ടർ പറയാണ്, നിങ്ങളെ കണ്ണ് വളരെ വീക്കായിട്ടുണ്ട്, കാഴ്ചയൊക്കെ വളരെ കുറവ്, പക്ഷേ നിങ്ങളൊരു കണ്ണ് കാണാതായി പോകുന്നില്ല, ബ്ലൈൻഡ് ആവുന്നില്ല, അന്ധയാവുന്നില്ല. വി വിൽ ഫിറ്റ് യു വിത്ത് എ സ്ട്രോങ് പെയർ ഓഫ് ഗ്ലാസ്. ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലാസ്സൊക്കെ വെച്ച് തരാം. ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാർജ് ആൻഡ് സ്മോൾ ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. അപ്പോൾ എന്താണ് ഡോക്ടർ ഗ്രാനീനെ പിടിച്ച് ഒരു കസാരമിൽ ഇരുത്തിയിട്ട് എന്താണ് ഒരു ഫ്രണ്ടിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ഉള്ള എഴുതിയിട്ടുള്ളൊരു ബോർഡ്, ചെറുതും വലുതായിട്ട് വലിയ അക്ഷരത്തിലും ചെറിയ അക്ഷരത്തിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡാണ്. ആ ബോർഡിൻ്റെ എന്താണ് മുന്നിലായിട്ട് ഇരുത്തുകയാണ്. എന്നിട്ട് അത് വായിക്കാൻ പറയാണ്. ഐ കാണ്ട് ഈവൻ സീ ദ ബോർഡ് സെഡ് ഗ്രാനി പറയാണ്, എനിക്ക് ബോർഡിനെ കാണാൻ കഴിയുന്നില്ല. വെൽ ക്യാൻ യു സീ മീ? അപ്പം ഡോക്ടർ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ആസ്ക് ദ ഡോക്ടർ ചോദിക്കുകയാണ്. സം ഓഫ് യു, കുറച്ചൊക്കെ കാണാൻ പറ്റുന്നത് സെഡ് ഗ്രാനി. ഐ വാണ്ട് യു ടു സീ ഓൾ ഓഫ് മീ അല്ലേ, എന്നെ മുഴുവനായിട്ട് കാണാൻ ഞാൻ റെഡിയാക്കി തരും നിങ്ങളെ. ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗെയിൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ആൻസേഴ്സ്. അപ്പം നിങ്ങൾ
കണ്ണ് പരിശോധിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം കണ്ണിങ്ങനെ പരിശോധിക്കുന്ന ഒരു ഗ്ലാസ് ഇങ്ങനെ ഡിഫറെൻറ്റ് ഗ്ലാസ്സൊക്കെ വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു വയർ ഗ്ലാസ് ആക്കിയിട്ട് ഫ്രെയിം മുഖത്ത് വെച്ചിട്ട് ഡിഫറെൻറ്റ് ലെൻസ് മാറ്റി മാറ്റി വെച്ച് നോക്കുകയാണ്. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. പെട്ടെന്ന് ഗ്രാനിക്ക് ഒരു ഗ്ലാസ് വെച്ച സമയത്ത് ഒരു ലെൻസ് വെച്ച സമയത്ത് കുറച്ചുകൂടി നല്ലതായിട്ട് കാണാമെന്ന്. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. ബോർഡ് കണ്ടു, അതിൽ വലിയ അക്ഷരങ്ങളും കാണാൻ സാധിച്ചു. കൻ യു സീ മീ നൗ ആസ്ക്ഡ് ദ ഡോക്ടർ. ഡോക്ടർ ചോദിച്ചു, ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? മോസ്റ്റ് ഓഫ് യു സെഡ് ഗ്രാനി. അല്ലേ, കുറേയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, നേരത്തേതിനേക്കാളും കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ആഡഡ് ബൈ വേ ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ ദർ ഇസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. അല്ലേ, കുറച്ചുകൂടി നല്ലതുപോലെ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ കാണാൻ സാധിക്കുമെന്ന് പറയാണ് ഡോക്ടർ. താങ്ക് യു സെഡ് ദ ഡോക്ടർ. ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. ഡോക്ടർ താങ്ക് യു. ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞു നോക്കൂ, നിങ്ങളെ ഗ്രാൻഡ് സണ്ണായിട്ട് പുറകില്ല, അവനെ നോക്കൂ. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ എ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് ഗ്രാൻഡ് സൺ ആയ മണിയെ കണ്ടത്. അതിനുശേഷം ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മണിയെ കാണുകയാണ്. മണി ഷി എക്സ്ക്ലൈംഡ്. വളരെ അത്ഭുതത്തോടെ ക്ലാപ്പിങ് ഹെർ ഹാൻഡ്സ്, വളരെ സന്തോഷത്തോടെ ക്ലാപ്പ് ചെയ്യാണ് വിത്ത് ജോയ്, സന്തോഷത്തോടു കൂടി. ഹൗ നൈസ് യു ലുക്ക്, എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്. എന്തൊരു നല്ല മോനെയാണ് ഞാൻ വളർത്തിയത്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. പക്ഷേ നിനക്ക് മുടിയൊക്കെ ഒന്ന് വെട്ടണം. ആൻഡ് എ വാഷ്, നല്ലതുപോലെ ഒന്ന് കുളിക്കുകയും വേണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ടുള്ള ബട്ടണൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം. ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്, പുതിയ ഷൂ ഒക്കെ വാങ്ങണം. കം എലോങ് ടു ദ ബസാർ, നമുക്കിനി ബസാറിലേക്ക് പോകാമെന്ന് പറയണം. ദെൻ ഫസ്റ്റ് ഹാവ് യു ന്യൂ ഗ്ലാസസ് മെയ്ഡ് സെഡ് മണി ലോഫിങ്. മണി ചിരിച്ചുകൊണ്ട് പറയണം, ആദ്യം നമുക്ക് കണ്ണട വെക്കാം, കണ്ണട പരിശോധിക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പം നമുക്ക് കണ്ണടയൊക്കെ വെക്കാം. ദെൻ വി വിൽ ഗോ ടു ഷോപ്പിംഗ്. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് പോവാം, ഷോപ്പിലേക്ക് പോവാം. എ ഡേ ലേറ്റർ ദേ വർ ഇൻ എ ബസ് അഗെയിൻ. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ് ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹെർ. അങ്ങനെ കണ്ണടയൊക്കെ മാറ്റി പുതിയ കണ്ണടയൊക്കെ വെച്ച് അങ്ങനെ അവർ തിരിച്ച് മൊസോറിയിൽ നിന്ന് തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് പോകാൻ. ഒരു ദിവസം കഴിഞ്ഞു. ദെൻ ഗ്രാനി വിൻഡോ സീറ്റ്, ബസ്സിൽ കയറി വിൻഡോ സീറ്റിലിരുന്നു. മണി അതിനടുത്ത് ഗ്രാനീൻ്റെ അടുത്തായിട്ട് ഇരിക്കുകയാണ്. ഹി ഹാഡ് എ ന്യൂ ഷൂസ് ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബർല ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വൂളൻ ടിബറ്റൻ പുള്ളോവർ ഫോർ മണീസ് ഫാദർ. അപ്പം ഗ്രാനി പുതിയൊരു അംബർല വാങ്ങിയിട്ടുണ്ട്, മണീൻ്റെ പുതിയ ഷൂ വാങ്ങിയിട്ടുണ്ട്, ഒരു ടിബറ്റൻ പുള്ളോവർ മണിയുടെ അച്ഛന് വേണ്ടിക്കൊണ്ട് ഒരു ടിബറ്റൻ കമ്പിളി പുതപ്പും വാങ്ങിയിട്ടുണ്ട്. ആൻഡ് സീഡ്സ് ബൾബ്സ് ആൻഡ് കൗബെൽ. സീഡ്സ് വാങ്ങിയിട്ടുണ്ട്, ബൾബ് വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ വെള്ള പശുവിനുള്ള കൈത്തിൽ ഇടാൻ വേണ്ടിയുള്ള മണിയും വാങ്ങിയിട്ടുണ്ട്. ആസ് ദ ബസ് മൂവ്ഡ് ഓഫ്, ബസ് പോയി തുടങ്ങി. ഗ്രാനി ലുക്ക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ. ഗ്രാനി വളരെ തിടുക്കത്തോടെ ബസ്സിൻ്റെ വിൻഡോസിലൂടെ പുറത്തേക്കൊക്കെ കാഴ്ചകൾ കാണുകയാണ്. കാരണം വരുന്ന സമയത്ത് ഇതൊന്നും കാണാൻ സാധിച്ചില്ല ക്ലിയറായിട്ട്. അപ്പോൾ ഇപ്പം വളരെ സന്തോഷത്തോടു കൂടി ഈ കാഴ്ചകളൊക്കെ നോക്കി കാണുകയാണ്. ഷീ കുഡ് സീ മെനി തിങ്സ് ദറ്റ് ഷീ ഹാഡൻ ബീൻ സീൻ ഫോർ എ ലോങ് ടൈം. കുറേ വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇതൊക്കെ കണ്ടത്. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്, മിൽക്ക്മാൻ ഓൺ ദ റോഡ്. ഡിസ്റ്റൻറ്റ് വില്ലേജ് അകലെയുള്ള ഗ്രാമങ്ങൾ, ഫീൽഡിൽ കൃഷി സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത്. മിൽക്ക്മാൻ ഓൺ ദ റോഡ്, പാലും കൊണ്ടുപോകുന്ന, റോഡിലൂടെ പാല് കൊണ്ടുപോകുന്ന വ്യക്തി. 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്, ബസ്സിന് ഡോഗ് ഇരിക്കുന്നത്. മങ്കീസ് ഇൻ ദ ട്രീസ്, മരത്തിലൊക്കെ കുരങ്ങൽ. ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ റെയിൻബോ ഇൻ ദ സ്കൈ. മഴവിൽ, ആകാശത്തിലെ മഴവിൽ. ഇതൊക്കെ ആർക്ക് കാണാൻ സാധിക്കുകയാണ്? ഇപ്പോൾ ഗ്രാനിക്ക് കാണാൻ സാധിക്കുകയാണ്. വളരെ സന്തോഷവതിയാണ് ഗ്രാനി. ഷീ കുഡൻറ്റ് സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ്, ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ഇംപ്രൂവ്മെൻറ്റ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം കാണാൻ കഴിയുന്നുണ്ട്, കണ്ണിന് വളരെ ഇമ്പ്രൂവ്മെൻറ്റ്. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. മണി കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു, മുത്തശ്ശിയുടെ സന്തോഷമൊക്കെ നോക്കി നിന്നു. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോട്ട്. സാവധാനം അവൻ്റെ ഹെഡ് മുത്തശ്ശിയുടെ ഷോൾഡറിലേക്ക് പോവുകയാണ്. ഡ്രോപ്പ്ഡ് അഗെയിൻസ്റ്റ് ഗ്രാനി ഷോൾഡർ ആൻഡ് റിമൈൻ ദ കംഫർട്ടലി സപ്പോർട്ട്. വളരെ കംഫർട്ടായിട്ട് ആ ഷോൾഡറിൽ വെച്ച് കിടക്കുകയാണ്. ദ ബസ് ഹേർഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വിൻഡി മൗണ്ടെയിൻ റോഡ് ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്. അങ്ങനെ ഈ തിക്കും തിരക്കും നിറഞ്ഞ റോഡിലൂടെ എന്ന് വെച്ചാൽ റോഡിനൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന റോഡും കഴിഞ്ഞ ദിവസം ലാൻഡ് സ്ലൈഡൊക്കെ എന്താണെന്നല്ലേ. അപ്പോൾ അവിടെയൊക്കെ അതിലൂടെ പോകുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ മണി ഗ്രാനിയുടെ ഷോൾഡറിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ഇതാണ് നമ്മുടെ കഥ. റസ്കിൻ ബോണ്ടിൻ്റെ
എന്താണ് വളരെ ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. വലിയ സർപ്രൈസുകളോ വലിയ ട്വിസ്റ്റുകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത, അങ്ങനെ ഡയറക്റ്റായിട്ട് അല്ലെ ദുഃഖങ്ങളൊന്നുമില്ലാത്ത വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താണ് മുത്തശ്ശിയും കൊച്ചുമകനും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു കഥയാണ്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. ഈ കഥ ഇഷ്ടപ്പെടുക എന്നതിലുപരി ഇത് മനസ്സിലാക്കുക, ഇതിലുള്ള ബാക്കി കാര്യങ്ങൾ. ഇതിനിപ്പം നിങ്ങൾക്കറിയാം ടെക്സ്റ്റിൻ്റെ സൈഡിലായിട്ട് കുറേ ഒരു 9ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസറൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്, അത് നിങ്ങൾക്കൊരു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തീർച്ചയായിട്ടും അത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.